അക്കാദമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസസ് ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെന്റഗൺസ് ആൻഡ് സോ ഓൺ ഓഫ് ദ റെഗുലർ പോളിഗൺസ്. എന്താണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്? നമ്മളടുത്തൊരു നമ്പർ സീക്വൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെ വെച്ചിട്ടാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെന്റഗൺ ആൻഡ് സോ ഓൺ. അങ്ങനെ സൈഡ്സ് കൂടി വരുന്നു. അപ്പോൾ നമ്മൾക്ക് അരിത്മെറ്റിക് സീക്വൻസ് എന്നല്ല, ജസ്റ്റ് ഒരു സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വന്ന് നോക്കിയ നമ്പർ ഓഫ് സൈഡ്സ്. ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? നമുക്കറിയാം ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ആണ് സ്ക്വയർ. സ്ക്വയറിന് വന്നിട്ട് 4. അതുപോലെ റെഗുലർ പെന്റഗൺസിന് എത്ര സൈഡ് ഉണ്ട്? 5 സൈഡ് ഉണ്ട്. അങ്ങനെ സൈഡ്സ് നമ്മുടെ കൂടി വരികയാണ്. നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ടൊരു സീക്വൻസ് എഴുതാൻ. എങ്ങനെ വരും? 3, 4, 5, 6 അങ്ങനെ അതിന് കൂടി വരും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആ സീക്വൻസ് ഒന്ന് എഴുതി വെച്ചേക്കാം. ഞാൻ ഈ സെല്ലോട് സീക്വൻസ് എഴുതാം. ഈ സെല്ലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നടക്കുന്നത്. അപ്പം ആൻസർ വരുന്നത് 3, 4, 5 എക്സെട്ര. നെക്സ്റ്റ് വന്നിട്ട് സം ഓഫ് ഇന്നർ ആംഗിൾസ്. നമുക്ക് നേരത്തെ ചെറിയ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിളിൻ്റെ ആയാലും ഇന്നർ ആംഗിൾ വരുന്നത് എത്രയായിരിക്കും? ആൻസർ എഴുതാം 180 ഡിഗ്രി. അടുത്തത് സ്ക്വയർ. സ്ക്വയറിന്റെ ഇന്നർ ആംഗിൾ വരുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി. അടുത്ത വന്നിട്ട് റെഗുലർ പെന്റഗൺ. അതാണ് 5 സൈഡുള്ള ഒരു ഗ്രൂപ്പ്. അതിന്റെ ഇന്നർ ആംഗിൾ വരുന്നത് എത്രയായിരിക്കും? ഇതിങ്ങനെ കൂടി പോകുന്നൊരു സീക്വൻസ് ആണ്. അടുത്തത് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഫസ്റ്റ് വൺ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിൾസ് എത്രയായിരിക്കും വരിക? ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ആയിരിക്കും. സ്ക്വയറിന്റെയും 360 ആണ്. നെക്സ്റ്റ് വൺ റെഗുലർ പെന്റഗൺ. റെഗുലർ പെന്റഗണിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ആണ്. നമ്മൾ എത്ര ഇങ്ങോട്ട് പോയാലും എല്ലാം 360 തന്നെ വരും. ഓക്കെ, അടുത്ത നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് 1 ഇന്നർ ആംഗിൾ ആണ്. ഇന്നർ ആംഗിളിന്റെ സം എത്രയാണ്? 180. എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ്. 180/3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60. ഇനി അടുത്തത് എന്തുവരെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? സ്ക്വയറിനാണ്. 360 ആണ് ടോട്ടൽ സം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതേ ഡിവൈഡ് ബൈ എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ട്. ചെയ്യുമ്പോൾ 390 കിട്ടും. അടുത്തത് റെഗുലർ പെന്റഗൺ. എത്രയുണ്ട് ടോട്ടൽ സം എന്ന് പറയുന്നത്? 540 ആണ്. 5 സൈഡ്സ് ആണ്. 540/5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 108. ഇതിങ്ങനെ കൂടി പോവുക. അടുത്തത് 1 ഔട്ടർ ആംഗിൾ. ഓക്കെ, ഔട്ടർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 360 ആണ്. എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട്. അപ്പം 360/3 എന്ന് പറയുമ്പോഴത്തേക്കും 120. അടുത്തത് എന്തിനാണ്? സ്ക്വയറിൻ്റെയാണ്. ഔട്ടർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് ഇത് സെയിം 360 തന്നെയാണ്. എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ട്. അപ്പം 360/4 ചെയ്യുമ്പോൾ 90 വരും. ഇനി അടുത്തത് സെയിം 360 തന്നെയാണ്. പെന്റഗൺ ആണ്. പെന്റഗണിന് 5 വശമുണ്ട്. അപ്പം എന്താ പറ്റും? 360/5 ചെയ്യുമ്പോൾ 70 വരും. ഇങ്ങനെ കൂടി പോകും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ദി ഡോട്ട്സ്. ഹൗ മെനി ഡോട്ട്സ് ആർ there in each? തീർന്നിട്ടില്ല. കംപ്ലീറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്. നമ്മളിത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കുറച്ച് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഡോട്ട്സ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന കുറച്ച് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഇതിൽ ഓരോന്നിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഓരോന്നിലും എത്ര ഡോട്ട്സ് ഉണ്ടെന്നാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ എത്ര ഡോട്ട്സ് വേണ്ടി വരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കി. ഹൗ മെനി
ഫസ്റ്റ് ഇതിനകത്ത് 3, പിന്നെ ഞാൻ ആൻസർ സൈഡിലോട്ട് ഇടാം. ഫസ്റ്റ് ഇതിനകത്ത് 3 ഉണ്ട്, സെക്കൻഡ് ഇതിനകത്ത് എത്രയുണ്ട്? 6 ഉണ്ട്. നെക്സ്റ്റ് ഇതിനകത്ത് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. ഇനി കമ്പ്യൂട്ടർ നമ്പർ ഓഫ് ഡോട്ട്സ് ആർ നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ലൈൻസ്. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈനിൽ ഒരെണ്ണം, സെക്കൻഡിൽ 2 എണ്ണം, മൂന്നാമത്തെ ലൈനിൽ 3 എണ്ണം, നാലാമത്തെ ആകുമ്പോൾ 4 എണ്ണം, അപ്പം അഞ്ചാമത്തെ ആകുമ്പോൾ 5 എണ്ണം. അപ്പം നെക്സ്റ്റ് ഇവിടെ ഓൾറെഡി ഉള്ള 10ൻ്റെ കൂടെ എത്ര കൊടുക്കണം? 5 കൊടുക്കണം. അപ്പം എത്രയായിരിക്കും നമ്പർ വരണം? 15 ആയിരിക്കും നമ്പർ വരുന്നത്. അടുത്ത 15 വന്നു കഴിഞ്ഞാൽ 15 കൂടി ഇനി അടുത്ത എത്ര കൊടുക്കണം? 6ാമത്തെ ലൈൻ വരുമ്പോൾ 6 ഡോട്ട്സ് ഉണ്ടാകും. അപ്പോൾ എത്രയാവും നമ്പർ വരിക? 21. ഇനി 7ാമത്തെ ആകുമ്പോൾ എത്ര വരും? 7ാമത്തെ ലൈനാണ് 7 എണ്ണം കൂട്ടണം. ഈ 21ൻ്റെ കൂടെ 7 ഡോട്ട്സ് കൂടെ കൂട്ടിയാൽ നമ്മളെടുത്ത് പറഞ്ഞാൽ 7ാമത്തെ ട്രയാങ്കിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് 2 ക്വസ്റ്റ്യനാണ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക.